സമൂഹ മാധ്യമങ്ങളിലൂടെ പീഡന പരാതിയുമായി യുവതിയുടെ പ്രതികരണത്തെ തുടർന്ന് സിപിഎം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും നടപടിക്ക് വിധേയനായ അധ്യാപകൻ സുജിത് കൊടക്കാടിനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി കെഎസ്യു യൂത്ത് കോൺഗ്രസ് ഉദനൂരിലെ എയ്ഡഡ് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ഉദനൂർ രാജീവ് ഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ കെഎസ്യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അണിനിരന്നു. സ്കൂൾ ഗേറ്റിൽ ചന്തേര എസ്ഐ കെ.പി. സതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെഎസ്യു തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എ.വി. വരുൺ രാജ് അധ്യക്ഷത വഹിച്ചു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ, വൈസ് പ്രസിഡന്റ് വിഷ്ണു കാട്ടുമാടം, യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമേഷ് തൈക്കിൽ, പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് വി സുധേഷ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ഒളവറ, പ്രവാസി കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ രവി, ടി.വി. സുനിൽകുമാർ, കെ.പി.വി. സജേഷ്, രാഹുൽ പൊതുവാൾ, എം.കെ. സലാഹുദ്ദീൻ, കെ.ജെ. ദേവരാജ്, പ്രസാദ് ഈയക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ അധികൃതരുമായി സംഘടനാ ഭാരവാഹികൾ ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനെതിരെ സിപിഎം ഡിവൈഎഫ്ഐ സംഘടനാ തലത്തിൽ നടപടി കൈക്കൊണ്ടത്. അതേസമയം പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പേരുദോഷമുണ്ടാക്കുകയും രാഷ്ട്രീയ നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്ത സ്കൂൾ വിശദീകരണം തേടാനും ദീർഘകാല അവധിക്കായും സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് പ്രാഥമിക നടപടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടതെന്ന് ഉദനൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.